വിചാരിക്കുന്നത്. അപ്പോൾ മോനൂട്ടിനെയും കൊണ്ട് ഉള്ളൊരു ദിവസം, മോനൂട്ടിൻ്റെ കൂടെ ഉള്ളൊരു ദിവസം. അപ്പോൾ ഇത് ചേട്ടായിക്ക് ലീവ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ മോനെയും കൊണ്ട് ഒന്ന് പുറത്തോട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ പാർക്കിലോട്ട് പോകാൻ പോവാണ്. അപ്പോൾ റെഡി ആയിട്ടൊന്നുമില്ല കേട്ടോ, റെഡി ആകാൻ പോകണുള്ളൂ. അപ്പോൾ ഈ ഒരു ടോപ്പ് മീഷോന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ 251 റുപ്പീസ് എങ്ങാണ്ട് ഇതിനായിട്ടുള്ളൂ. നല്ലൊരു മെറ്റീരിയലാണ്. ഇതിട്ടിട്ട് തന്നെ നല്ലൊരു കംഫോർട്ടബിളാണ്. അപ്പോൾ നമുക്കപ്പോൾ പാർക്കിനെ കുറിച്ച് വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ അങ്ങനെ പാർക്കിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ മോൻ ഇതിൽ ഞങ്ങൾ ഇരുത്തി. കൊച്ചിനെ പേടിയാട്ടോ ഇത്. അവന് അപ്പോൾ പറയുന്നുണ്ടായിരുന്നു, അച്ഛാ മതി, ഇറങ്ങണോ എന്നൊക്കെ കുറേ പറയാനുണ്ടായിരുന്നു. പക്ഷേ ചന്ദൂസിന് ഇതിലിരുത്തണമെന്ന് ഭയങ്കരമായിട്ടുള്ളൊരു വാശിയായിരുന്നു. എപ്പോൾ വന്നാലും അവന് ഇതിലിരിക്കാറില്ല. ഭയങ്കര പേടി വീഴുന്നുള്ള പേടിയായിരുന്നു. ഇപ്പോൾ ഒന്നിരുന്നു, ആളൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കൊന്ന് കരഞ്ഞപ്പോഴേക്കും ചന്ദൂസ് അവനെടുത്തു. അത് കഴിഞ്ഞിട്ട് അവന് ഭയങ്കര വാശി, അതിൽ കയറണമെന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ രാഹുലിന് ഇഷ്ടമായിരുന്നില്ല, എന്നാലും ചന്ദൂസ് കയറ്റാണ് കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള ഇതിലൊക്കെ കയറി ഇറങ്ങി നടക്കാനായിട്ടൊക്കെ. അപ്പോൾ അവൻ പറയുന്നതിന് അമ്മ വാ എന്ന് പറഞ്ഞുകൊണ്ട് വാശി ഇടിക്കുകയായിരുന്നു. എനിക്കപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല. അപ്പോൾ ചന്ദൂസ് നോക്കിക്കോളാന്ന് പറഞ്ഞു. അപ്പോൾ ചന്ദൂസ് വന്ന് അവന് പിന്നെയും ഇതിൽ തന്നെ കയറി ഇറങ്ങി നടക്കണമെന്ന് ഭയങ്കര വാശിയായിരുന്നു. ചന്ദൂസ് അപ്പോൾ വിട്ടില്ല. അപ്പോൾ അവനെയും കുട്ടി അവിടെ ഇരിപ്പായി. പിന്നെ ആ ഒരു ഗ്യാപ്പിൽ അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനും വീഡിയോ എടുത്തു. മോൻ വാശിയിലാണല്ലോ, അതിൽ കയറണമെന്നുള്ളൊരു വാശിയായിരുന്നു. പിന്നെ ഞാൻ മോനെയും കൊണ്ടൊന്ന് നടന്നു. അവനാണെങ്കിൽ കാണുന്നതിലൊക്കെ കയറണമെന്നാണ്. ചില സാധനങ്ങളൊക്കെ കയറ്റാൻ എനിക്ക് ഭയങ്കര പേടി കാരണം ഞാൻ അതിലൊന്നും കയറ്റാറില്ല. പിന്നെ ഇവിടെ ആത്തിക്കുന്ന ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. സൺഡേ ദിവസങ്ങളിലൊക്കെ ആകുമ്പോൾ ഇഷ്ടംപോലെ പിള്ളേരെയും കൊണ്ട് ഒരുപാട് പേര് വരാറുണ്ട്. ഇന്നിപ്പോൾ കുറേ ആൾക്കാരുണ്ടായിരുന്നില്ല, ആകെ കുറച്ച് ആൾക്കാരേ ഉണ്ടായിരുന്നുള്ളൂ പാർക്കിൽ. മോനാണെങ്കിൽ എല്ലാത്തിലും കയറണം എന്നുള്ള വാശിയായിരുന്നു. ഭയങ്കര ഹൈറ്റൊക്കെ ഉള്ളതിലൊക്കെ കയറ്റുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. ഇതിലൊക്കെ കയറണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവന് വാശി. ഞാൻ പക്ഷെ അത് കയറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ നടക്കുന്നതിനിടയിൽ ഇവന് ബോൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ബോൾ പിന്നെ ഒരു വാശിയായി. അങ്ങനെ ഞങ്ങൾ ബോൾ വാങ്ങിക്കൊടുത്തു. പിന്നെ അത് ഇട്ടായിട്ടോ കളി. ഒറ്റയ്ക്ക് മോൻ കളിക്കുന്ന കണ്ടപ്പോഴേക്കും ചന്ദൂസ് പറഞ്ഞു ഓക്കെ അതാ ഞാനും കൂടി കൂടാമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടി ആയി കളി. അപ്പോൾ ചന്ദു ആണെങ്കിൽ ബോൾ കുഞ്ഞിന് കൊടുക്കുന്നില്ല. അവരാണെങ്കിൽ അച്ഛനോട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് വാശി അടിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ വാശി വരാനുള്ളത് ബുദ്ധിയാക്കിയിരുന്നു. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 6:30 കഴിഞ്ഞു കേട്ടോ. പിന്നെ പയ്യെ വീട്ടിലോട്ട് പോകാമെന്നുള്ളൊരു രീതിയിലൊക്കെയാണ് ഇത് ഞങ്ങൾ. മോനാണെങ്കിൽ പാർക്ക് ബീച്ച് ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ വരുന്നത് ഇഷ്ടമല്ല, തിരിച്ചു വരുന്നത് ഇഷ്ടമല്ല. അവനവിടെ തന്നെ നിൽക്കണം. അപ്പോൾ ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞപ്പോൾ അവൻ പോകണ്ടെന്ന് പറയണം എന്നോട്. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ ഇറങ്ങുവാണ് കേട്ടോ ഗൈസ്. ചന്തു വണ്ടി എടുത്ത് സ്റ്റാർട്ടാക്കുവാണ്. മോൻ ഭയങ്കര കരച്ചിലായിരുന്നു പാർക്കിൽ നിന്ന് പോരുന്ന സമയത്ത്. അവന് പോകണ്ടെന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതാ ഫുഡ് മേടിക്കാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറാണ്. അൽഫാം മന്തി ഉണ്ടോ വാങ്ങുന്നത്. അപ്പോൾ ചന്ദൂസ് ഫുഡ് വാങ്ങാനായിട്ട് കയറിയിരിക്കുകയാണ്. അധികം നേരം വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം കൊച്ചു ഭയങ്കര വാശിയായതുകൊണ്ട് അധികം വീഡിയോ എടുക്കാനൊന്നും. ഞങ്ങൾ വീട്ടിലെത്തി ഒന്ന് ഫ്രഷൊക്കെ ആയി. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഫുഡൊക്കെ സെർവ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി പയ്യെ ഫുഡ് കഴിക്കാനുള്ള ആ പരിപാടിയിലോട്ട് തുടങ്ങിയാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. കുഞ്ഞനാണെങ്കിൽ പോകുന്ന കളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉറക്കമായി. ചന്ദൂസും കൊച്ചൊക്കെ ഉറങ്ങി, അമ്മയും ഉറങ്ങി. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെയും ബൈ.